ഹായ്, എൻ്റെ പേര് ഷംസു. ഇതൊരു ആൻഡ്രോയിഡിൻ്റെ മദർ ബോർഡ്, അതായത് സാംസങ്ങിൻ്റെ മദർ ബോർഡ്, ഇത് ഐഫോണിൻ്റെ ഒരു മദർ ബോർഡും. ഈ ആൻഡ്രോയിഡിൻ്റെ മദർ ബോർഡിന് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ തീർക്കും. പക്ഷേ നിങ്ങൾക്കൊരു ഐഫോണിൻ്റെ ഒരു മദർ ബോർഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കാരണം ഇത് ഭയങ്കര കോസ്റ്റുള്ള ഫോണാണ്. ചിലപ്പോൾ 50,000 60,000 ഫോണാണ്. ഇത് റെഡി ആവില്ല എന്നുള്ള ഒരുപാട് ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു ആൻഡ്രോയിഡിൻ്റെ മദർ ബോർഡിനുള്ള അതേപോലത്തെ കപ്പാസിറ്റർ, രജിസ്റ്ററും CPU ഹാർഡ് ഡിസ്കും ഒക്കെ തന്നെ ഇതിനകത്തുള്ളത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സർവീസിന് ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് നിങ്ങൾ എന്തുകൊണ്ടാണ് സർവീസ് ചെയ്യാൻ മടിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഐഫോൺ വന്നു കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അതേ ഫോളോ അപ്പും മെത്തേഡും തന്നെയാണ് ഐഫോണിലും ചെയ്യാനുള്ളത്. നിങ്ങൾ ആൻഡ്രോയിഡിൽ എങ്ങനെയാണോ ഷോട്ട് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ നെറ്റ്വർക്ക് റെഡി ആക്കുന്നത്, അതേ ഒരു സെയിം മെത്തേഡും പാറ്റേണും തന്നെ ഇതിന് അകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ സംഭവങ്ങളൊന്നും ഐഫോണിനകത്തും ഇല്ല. നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ടെക്നീഷ്യൻ ആകാൻ കഴിയും. അപ്പോൾ ഇന്ന് മുതൽ യൂട്യൂബിൽ ഓരോ കംപ്ലൈൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓരോ പ്രശ്നത്തിൻ്റെ ഫുൾ വീഡിയോ, അതായത് ചിലപ്പോൾ 1 മണിക്കൂറുണ്ടാവും, ചിലപ്പോൾ 2 മണിക്കൂറുണ്ടാവാം, ഫുള്ളായിട്ടുള്ള വീഡിയോ ഇനി മുതൽ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു 11 Proൻ്റെ ഒരു സെറ്റാണ്. ഒരു 11 Pro സെറ്റ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസാണ്. നെറ്റ്വർക്കിൽ ഇവിടെ IMEI കാണിക്കുന്നില്ല. ഇവിടെ IMEI കാണിക്കാത്ത കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ട് IMEI കാണിക്കുന്നില്ല? IMEI വരാൻ എന്ത് ചെയ്യണം? ഈ നെറ്റ്വർക്ക് ഫിക്സ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഐഫോൺ വേറെ ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സിൻ്റെ കംപ്ലയിൻറ്റ്, ഓഡിയോ ഇഷ്യൂ വന്ന് ഓണാവാത്ത കംപ്ലയിൻറ്റ് വന്ന്, എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും ഒരു ആൻഡ്രോയിഡ് ടെക്നീഷ്യന്മാർ എന്തൊക്കെ വർക്ക് ചെയ്യുന്നോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊന്നുമല്ല ഈ ഐഫോണിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു പേടി ഉണ്ടാവും, ഇതൊരു കോസ്റ്റ്ലി ഫോണാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് റെഡി ആവില്ല എന്നുള്ള ജസ്റ്റ് ഒരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പേടി നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ സെറ്റും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിൽ ഇതേപോലെ ആപ്പിളിൻ്റെ കംപ്ലീറ്റ് റിപ്പയർ ആൻഡ് ഗൈഡൻസ്, ട്രബിൾ ഷൂട്ടിങ് എങ്ങനെയെന്നുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.